ഹലോ ഗൈസ്, നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ നമുക്കും കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞാൽ വലിയ രസമൊന്നുമില്ല കേട്ടോ. എന്താണെന്ന് പറഞ്ഞാൽ നമുക്ക് ആദ്യം ബേബിക്ക് വാക്സിനേഷൻ കഴിഞ്ഞ പിന്നെ ഭയങ്കര വാശിയും കാര്യങ്ങളൊക്കെയാണ്. വാശി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് സമയം ചിലപ്പോൾ 2 ദിവസം നമ്മളിങ്ങനെ എടുത്തുകൊണ്ട് നടന്നേണ്ടി ചെയ്യണോ, അല്ലെങ്കിൽ വാക്സിനേഷൻ്റെ എന്തെങ്കിലും ബുദ്ധിമുട്ടുകളാണോ എന്ന് നമുക്ക് മനസ്സിലാവണില്ല. ഭയങ്കര വാശി. ഇപ്പം ചിലപ്പോൾ 2 ദിവസം നമ്മൾ എടുത്ത് നടന്നപ്പോൾ അവനെ എടുക്കുക എന്നാണ് അവൻ എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് എപ്പോഴും എൻ്റെ അടുത്തേക്ക് വരാം. കാരണം അമ്മച്ചിക്ക് വയ്യാത്ത കാരണം ആദ്യത്തിന് ഞാൻ കൂടുതലെടുത്ത്, അമ്മച്ചിക്ക് കൂടുതലെടുത്ത് കഴിഞ്ഞാൽ അമ്മച്ചിക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ വന്നാലോ. അതുകൊണ്ട് അമ്മച്ചി ആദം ബേബീനെ ഞാൻ എടുത്ത് അത്രയും ദിവസം ഞാൻ അവൻ്റെ അങ്ങനെ കുറേ നേരം എടുത്തുകൊണ്ട് നടക്കാറില്ല. പക്ഷെ ആ വാക്സിനേഷൻ കഴിഞ്ഞ 2 ദിവസം ഞാൻ നന്നായി എടുത്തുകൊണ്ട് നടന്നുണ്ടായി. അതുകൊണ്ട് ആശാന് കള്ളത്തരം പഠിച്ചോന്ന് എനിക്ക് സംശയമുണ്ട്. അതുകൊണ്ട് ഇപ്പോൾ വാശിയാ. ചക്ക പഴുത്താ ചക്ക നമ്മൾ കറി വെക്കാൻ വേണ്ടിയിട്ട് ഇട്ട് വെച്ച ചക്കയായിരുന്നു. കറി വെക്കാൻ പറ്റാത്ത സാഹചര്യത്തിൽ ചക്ക ഇരുന്ന് പഴുത്തു. പഴുത്താ നില കളയണ മോളെ. അത് കിള്ളി പൊളിച്ച് കുരു കുരു കിരി 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 ചോളയതിന് ലൈറ്ററാ. ദേ എൻ്റെ ID കാർഡ് കണ്ട, എന്നെ കണ്ട നിങ്ങൾ? സ്റ്റേജി ബാബു. ഇങ്ങനെ ഇത്ര ഉണ്ടായുള്ളൂ അല്ലേ വണ്ണ എനിക്ക്. കണ്ട എൻ്റെ ID കാർഡാട്ടത്. ഇതൊക്കെ അമ്മിച്ചി ദേ ചക്ക വരട്ടാട്ടാ. ഇതിൽ നിറച്ച് വെള്ളമാണല്ലോ അമ്മിച്ചി. വെള്ളം ഒഴിച്ചതില് ഇത് വരട്ടി ഇതിലെ വെള്ളമൊക്കെ വറ്റിച്ച് ഡ്രൈ ആക്കി എടുക്കണം. ചക്ക പായസം ഉണ്ടാക്കിയാലോ? ചക്ക പായസം, ചക്ക വരട്ടിയത്. ഇതിങ്ങനെ വരട്ടി വെക്കുന്നത് നമ്മുടെ ആദംകൂട്ടന് ഭയങ്കര ഇഷ്ടാട്ടാ. അതുകൊണ്ടാണ് നമ്മള് അതിന് ചക്ക മാങ്ങ നാടൻ കൊച്ചത്. കടയിൽ നിന്ന് വേണ്ട സാധനങ്ങളോട് വലിയ താല്പര്യമില്ല. ചക്ക മാങ്ങ അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ ഇഷ്ടം അവന്. നാട്ടിലെ നാടൻ കുട്ടി ഉണ്ടാക്കി വെച്ചാൽ അവല് നനച്ചു. അവല് ആ ബാക്കിയുള്ള ശർക്കരയിൽ കുറച്ച് അവലിട്ടൂല. അമ്മിച്ചിന് ഒരു ഐഡിയാസേ. എന്താ വാട്ടാൻ ഐഡിയകളൊക്കെ അമ്മിച്ചിക്ക് കിട്ടുള്ളൂ. ഇത് കണ്ട ഇതിൽ ഈ മാതിരി വെള്ളം ഇപ്പൊ എങ്ങനെ ആവാനാ? തളച്ച് തുടങ്ങുള്ളൂ. ചക്കയിൽ നിറച്ച് വെള്ളമായി തുടങ്ങി. ചക്ക എന്നുള്ളൊരു പേരുള്ളൂ, വെള്ളമാണ് അതിൻ്റെ ഉള്ളില്. ഇനിയിപ്പോ ഈ വെള്ളം ഒരു ചക്ക ഇടാനുള്ള പുറപ്പാട് തോട്ടിയും കൊണ്ടുപോകുന്നു. എവിടെ ചക്കകളൊക്കെ ഇങ്ങനെ വീണ് പോവാ. വെള്ളം കയറി കാരണം ചക്ക ഇടണില്ല. പോണേക്ക് തോട്ടി കൊണ്ട് പോണ്ട്. ചക്ക വരട്ടിയതാണെങ്കിൽ ഇങ്ങനെയായിട്ട് കേട്ടോ. എല്ലാരും പഴുത്തോയില്ലേ? ഞാൻ ഇളക്കിട്ടുണ്ടായിരുന്നു. ഉരുളി മേത്തുകോടില്ല എടുത്തിട്ടാ. അതുകൊണ്ട് താങ്ങാൻ ശേഷിയില്ലേ. ഓൾറെഡി ഒരു പഴുത്ത ചക്ക ഇരിക്കുന്നുണ്ട്. പക്ഷെ അമ്മച്ച് പച്ച ചക്ക ഇടാനാ പോയേ. പക്ഷെ ഇതും പഴുത്തതായിപ്പോയി. അമ്മിച്ചി അപ്പച്ചൻ്റെ അവിടെ നിൽക്കുന്നുണ്ട്. അപ്പച്ചന് നേരം പോകാത്ത കാരണം അപ്പച്ചനുണ്ട് അവിടെ നിൽക്കുന്നുണ്ട്. അമ്മിച്ചിയുടെ ചക്കയും കൊണ്ട് വരണുണ്ട്. അടുത്ത ചക്ക കൊണ്ടുവന്നു അമ്മിച്ചി. ഇത് പഴുത്തതായിരിക്കും വെക്കണം. ഇതിൻ്റെ ഒരു ഇത് കണ്ടിട്ട് പച്ചയാണ്. ചൊളയില്ലേ? പച്ച ഇതില് വെള്ളം കയറി ഉണ്ടാവും ചെയ്തിട്ട് വലിയ രസമൊന്നും ഉണ്ടാവില്ല. അമ്മാമതി ചക്ക പറഞ്ഞ നോക്കിയതും ചക്ക നെയ്യിടാൻ പോണോക്കി. അമ്മേ ഇത്ര നാളുകൾക്കുള്ളിൽ ഇത്ര ചക്ക വരട്ടിയിട്ടില്ലല്ലേ? ചക്ക പഴുത്ത് കൊണ്ടുപോണ അപ്പാപ്പൻ. അപ്പാപ്പൻ മിഞ്ഞാന്ന് ചേച്ചി കൊണ്ടുവന്ന് റെസ്റ്റോറൻറ്റ് കയ്യിൽ വെച്ചു. കൈമ പിടിച്ചാൽ കുഴപ്പമില്ല, അത് നടക്കട്ടെ. ആദ്യമേ എടുക്കാൻ പറയരുതട്ടെ അപ്പാപ്പനോട്. എന്റെ കാര്യം പറഞ്ഞിട്ട് കാര്യമില്ല. മോനെന്താ പ്രശ്നം? രണ്ട് ചെടുങ്ങളതാ ഓനാണ് ഉറക്കിയാൽ മരത്തി ചെടുങ്ങ് കിട് 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 എന്ന് പറഞ്ഞ
കിട്ടി കിട്ടി എന്ന് പറഞ്ഞ് തുടങ്ങും. അവനന്ന് ഉറങ്ങും. അതില്ല. അതാ രസണ്ടാ? ചക്ക ഇഷ്ടായ? രസണ്ടാ? നല്ലതാ? നല്ലതാണോ? മധുരം ഉണ്ടോ? മധുരം നോക്കടോ ഇങ്ങട്. അതെ, ഇന്ന് മര്യാദക്ക് ചോറ് തിന്നിട്ട്. ചോറ് മര്യാദക്ക് ഇന്ന് മാത്രല്ല എന്നും തിന്നാറില്ല, പക്ഷെ ഇന്നും തിന്നിട്ടില്ല. അപ്പൊ ഒട്ടും തിന്നിട്ടില്ല. അപ്പൊ ഇവിടെ ചക്ക വറുത്തുണ്ടല്ലോ, അപ്പൊ അതിന് ചക്ക എടുത്തിട്ട് കുറച്ച് പൊടിയിട്ട് ഞാൻ ഉണ്ടാക്കാന്നുള്ള പ്ലാൻ ആയിരുന്നു. പക്ഷെ പ്ലാൻ തെറ്റിപ്പോയി. അപ്പോഴേക്കും കുഞ്ഞിത് കരച്ചിൽ തുടങ്ങി, ഞാൻ അങ്ങോട്ട് ഓടി. അപ്പൊ അമ്മച്ചി ഇതേ ഇങ്ങനെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അഡ്ജസ്റ്റ്മെന്റ് ചക്ക അപ്പം അല്ല അല്ല അമ്മച്ചി, പെട്ടെന്ന് ഉണ്ടാക്കിയ ചക്കപ്പം. ചക്ക വരണ്ട് ഈ രൂപത്തിലെത്തി. ഞാനും ആദം ബേബിന്റെ ഇവിടെ ഇരിക്കുന്നുണ്ട് അല്ലേ. ആദം ഒരു എന്താ പറയാ, പുറത്തോട്ട് ഒരു റൗണ്ട് അടിച്ചിട്ട് ഇതിപ്പോ തന്നെ വന്നിട്ടുള്ളൂ. മടി കയറി ഇരിക്കുക കുറുമ്പല്ല കൊതുക് കടിക്കും. ഇവിടെ അമ്മാമ്മ താഴ്ത്തിരിക്കണ്ടാ, അതിനാണ് ഇവൻ ഈ താഴ്ത്തിക്ക് ഇറങ്ങാൻ പോവാ. കൊതുക് അടിച്ച് പൊക്കോ. ഉണ്ണി എനിട്ടോ നോക്കിയാതാ, പോയി നോക്കിട്ട് വന്നേ. ബൈ ബൈ. എന്നിട്ട് വിശേഷാക്കില് അത് എടുത്ത് ഒറ്റ റീലെറിഞ്ഞിട്ട് വന്നു. ചക്ക തിന്നേന്റെ മുഖത്ത് ഇത് കാണിച്ചു കൊടുത്തേ ഭംഗി. ചക്ക തിന്നേണ്ട അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് നക്കാൻ വെച്ചെന്താ ഇങ്ങനെ 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 നക്കണ ഇങ്ങനെയാ അമ്മീ എന്നെ ഉണ്ട് ഇതിന് എങ്കടാ അതെ വിളിക്കേ പോ. ചക്ക നമ്മള് വേവിച്ച് തുടങ്ങിയപ്പോ ഇതിനൊരു മഞ്ഞ കളറായിരുന്നു. ഇതിപ്പോ വരണ്ട് കഴിഞ്ഞപ്പോ ഒരു കാപ്പി കളറായത്. ഉണ്ണി എനിക്ക് തോന്നാം. തിന്നെ ചക്ക അപ്പല്ലേ ഇത്, അപ്പം തിന്ന്. ചക്കിനത് ചക്ക തിന്നില്ലട അധികം, പച്ചയുടെ അത് പൊളിക്കുമോൻ. ഇത് വെള്ളം കയറിയിട്ടുണ്ട്. ചക്ക തിന്നാനുള്ള കൊതി കൊണ്ട് ഇട്ടേക്കുന്നത്. അപ്പൊ അതില് വെള്ളം കയറിയുണ്ടോ? എന്നാലും അത് വെക്കും. കൂടെ പോണില്ലേട്ടാ. കൊച്ചിതേ അവിടെ നിക്കാ വിളിച്ചിക്കണെങ്കിൽ അപ്പാപ്പൻ തോടിന്റെ അവിടെ കൊണ്ടുപോയി വേറെ കൊണ്ടടിച്ചു കൊടുന്ന കൊച്ചതുകൊണ്ട് അമ്മാവനെ വിളിച്ച് നിക്കാ പോവാന്ന്. അമ്മാവ എനിക്ക് ചക്കൂര എന്താക്കിക്കൊണ്ടിരിക്കുക. കൊച്ചിനാണെങ്കിൽ അറിയോ എന്റെ പണി നടക്കണെങ്കിൽ ഞാൻ തന്നെ വേണ്ടേ. പിന്നെ വേറെ ഒരാളല്ലേ ഉള്ളൂ. വേറെ ഞാൻ എന്താ ചെയ്യാ, ചെയ്യണമെന്ന് ആഗ്രഹം പോണെങ്കിൽ പോട്ടെ, നേരത്തെ എന്റെ പണി കഴിയില്ലോ. അതിപ്പോ തിരിച്ചു വരും. അത് പോയിട്ടുണ്ട്. അത് അവിടെ നിന്ന് ഇറങ്ങാണ്ട് സ്റ്റക്കായി നിൽക്കാവനവിടെ. അവനാരും പോണെന്നറിയോ? മീമി. അത് ഹസ്ബൻഡിന്റെ പണിയാ. തോട്ടിൽ മീമി കാണിച്ച്. മീമില്ലേ? ഹസ്ബൻഡിന് ആരത് കാണിച്ചു കൊടുത്താവോ. അവിടെ എത്തുമ്പോ മീമിന്ന് തോട്ടിക്കൂ. അതിന്റെ നഖം വെട്ടാൻ പോട്ടാ. അത് ഓടിച്ചില്ലേ അമ്മമ്മയുടെ പിന്നെ എളുപ്പോ. ഇന്ന് തലത്തൊന്ന് വീഴുന്ന രണ്ടുപേരും കൂടി ഒരുമിച്ച് കരയും. അപ്പൊ ഒരുമിച്ച് കരയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടുപേരും ഇന്നലെ ഞാൻ രണ്ടുപേരും കൂടി ഒരുമിച്ച് എടുക്കായിരുന്നു. രണ്ടുപേരും കൂടി സെയിം ടൈമിൽ കരയാ. അപ്പൊ കരച്ചിട്ട് നിർത്തണമില്ല. അപ്പൊ ഞാൻ എന്ത് ചെയ്തു, രണ്ടുപേരും കൂടി എടുത്ത് കൈ പിടിച്ച് രണ്ടുപേരും എടുത്ത് നോക്കാം. പ്രാക്ടീസ് ആവണ്ട, ഇങ്ങനെ ഒരുമിച്ച് കരഞ്ഞു കഴിഞ്ഞാൽ നോക്കണ്ടേന്ന് പറഞ്ഞിട്ട് ഞാൻ ഇന്നലെ എടുക്കായിരുന്നു. അപ്പം നമ്മൾ അപ്പച്ചന് പറ്റിയെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അപ്പച്ചന് ചെറുതായിട്ട് വീണു. അതായത് നമ്മുടെ വീട്ടിൽ കുറച്ച് വെള്ളം ഉണ്ടായിരുന്നു. വെള്ളത്തിൽ ഹസിക്കൂട്ട് ഓടിയതിന് പിന്നാലെ അപ്പച്ചൻ അവനെ പിടിക്കാൻ പോയതാണ്. അപ്പം അങ്ങനെ സ്ലിപ്പായി വീണു. ചുമലുമ്പോൾ കൈയടിച്ചു. അപ്പോൾ ചെറിയ ചതവുണ്ടെന്ന് ഫസ്റ്റ് ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ ആൾ കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് അറിയാൻ ഒരു MRI സ്കാൻ പറഞ്ഞു. അപ്പോൾ MRI സ്കാനിൻ്റെ റിപ്പോർട്ട് കിട്ടിയപ്പോൾ നമുക്ക് അത്ര വലിയ സന്തോഷമൊന്നുമില്ല. എന്താ പറയുക, നമുക്ക് നമ്മൾ വിചാരിച്ച പോലെ റിപ്പോർട്ട് നമ്മൾ വിചാരിച്ച് കുഴപ്പമൊന്നും ഉണ്ടാവില്ല. കാരണം അപ്പം കൈ മൂവ് ചെയ്യുന്നുണ്ട്, പിന്നെ നടക്കണുണ്ട്, അങ്ങനത്തെ പ്രശ്നമില്ല. പക്ഷെ കൈ ഇങ്ങനെ പൊക്കാനോ അതിനൊന്നും പറ്റണില്ല. അപ്പോൾ ആൾ ഡീറ്റെയിൽ ആയിട്ട് അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മളോട് MRI സ്കാൻ ചെയ്യാൻ പറഞ്ഞത്. അപ്പോൾ MRI സ്കാനിൽ ആൾ പറഞ്ഞു ഒരു സർജറി വേണമെന്നാണ് ഇപ്പോൾ പറഞ്ഞേക്കുന്നത്. ഇവിടെ നമ്മളൊരു ഡോക്ടറെ കണ്ടപ്പോൾ, ഒരു ഹോസ്പിറ്റലിൽ നമ്മൾ കണ്ടപ്പോൾ സർജറി വേണമെന്നാണ് ഡോക്ടർ ഇപ്പോൾ നിലവിൽ ഇപ്പോൾ പറഞ്ഞേക്കുന്നത്. അപ്പം നമ്മൾ വേറൊരു ഡോക്ടറും കൂടി കൺസൾട്ട് ചെയ്തിട്ട് അത് കൺഫേം ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്.
കാരണം നമ്മൾ പെട്ടെന്ന് പോയി ഒരു ഡോക്ടർ പറഞ്ഞപ്പോഴേക്കും നമ്മൾ സർജറി ചെയ്യണ്ടല്ലോ, നമുക്ക് നമ്മുടെ ഒരു വിശ്വാസത്തിന്. കാരണം ഡോക്ടർമാർക്ക് അറിയാഞ്ഞിട്ടൊന്നല്ല, നമ്മുടെ ഒരു സംതൃപ്തിക്കും നമ്മുടെ ഒരു സമാധാനത്തിനും വേണ്ടിയിട്ട് നമ്മൾ വേറൊരു ഡോക്ടറെ കൂടി റെഫറൻസ് എടുത്തിട്ട് അത് നോക്കാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ അത് കൺഫേം ആക്കിയിട്ടില്ല. പക്ഷെ അത് എന്താ പറയുക, MRIയുടെ റിപ്പോർട്ട് കണ്ടപ്പോൾ ഞങ്ങളെല്ലാവരും ഞെട്ടി, എല്ലാവർക്കും ഭയങ്കര സങ്കടവും ഇതൊക്കെ. എന്താ പറയുക, നമ്മൾ വിചാരിച്ചില്ലേ, നമ്മൾ ഹസിക്കൂട്ടന് വീണപ്പോൾ അവൻ കരയുന്നുണ്ടപ്പോൾ അവൻ എന്തെങ്കിലും പറ്റിയിട്ടുണ്ടാവും എന്നുള്ള പേടിയായിരുന്നു. പക്ഷെ അവന് അങ്ങനെ കുഴപ്പങ്ങളൊന്നും ഉണ്ടായില്ല. പക്ഷെ അപ്പച്ചൻ അപ്പം തന്നെ എഴുന്നേറ്റ് നടക്കുന്നുണ്ടായി. അപ്പോൾ അപ്പച്ചനൊന്നും പറ്റിയിട്ടില്ല എന്ന് വിചാരിച്ചു. പിന്നെ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ അപ്പച്ചന് നടക്കാൻ പറ്റാണ്ട് വന്നു, കൈ പൊക്കാൻ പറ്റാണ്ട് വന്നു, അങ്ങനെയൊക്കെ ആയി. അതുകൊണ്ട് നമ്മുടെ വീട്ടിൽ എന്താ പറയുക, ആകപ്പാടെ ഒരു സത്യം പറഞ്ഞാൽ ആകപ്പാടൊരു ടെൻഷനും സ്ട്രെസ്സും ആകപ്പാട് തലയ്ക്കൊരു ഇതാണ്. അതിൻ്റെ ഇടയിൽ കൂടെ പിള്ളേരും കൂടി കരയുന്ന നിൽക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് ദേഷ്യം വരാന്ന് പറഞ്ഞാൽ തലയിൽ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആണല്ലോ നിൽക്കുന്നത്. അപ്പം അതുകൊണ്ട് പിള്ളേരെ കരച്ചിലും കൂടി കേൾക്കുമ്പോൾ നമുക്ക് ആകപ്പാട് ദേഷ്യം. അത് അമ്മച്ചിക്കാണെങ്കിൽ ഇടയ്ക്ക് ദേഷ്യം വരുന്നുണ്ട്, എനിക്കാണെങ്കിൽ ഇടയ്ക്ക് ദേഷ്യം വരുന്നുണ്ട്. അതിപ്പോൾ നമ്മുടെ സാഹചര്യം കൊണ്ട്. അപ്പച്ചനെ ഇനിയിപ്പോൾ നാളെ വേറൊരു ഹോസ്പിറ്റലിൽ പോവാണ്. അപ്പോൾ ഹോസ്പിറ്റലിൽ പോയിട്ട് ആ ഡോക്ടറും അങ്ങനെ തന്നെ പറയുകയാണെങ്കിൽ നമുക്ക് പിന്നെ വേറെ ഓപ്ഷനൊന്നും ചെയ്യാണ്ട് പറ്റില്ല. കാരണം നമുക്ക് കൈ മൂവ് ചെയ്യാണ്ട് പറ്റില്ലല്ലോ, കൈ മൂവ് ചെയ്യേണ്ടത്. ഇപ്പം നമുക്ക് ഇതിനേക്കാളും വലിയ രോഗങ്ങളൊക്കെ എന്നിട്ട് ഉണ്ടാവണവർ എന്തോരം സങ്കടപ്പെടുന്നുണ്ട്. അപ്പം നമ്മുടെ സങ്കടമൊന്നുമല്ല. അങ്ങനെ ഇപ്പോൾ വിചാരിച്ച് ആശ്വസിക്കാം. കൈ ഇങ്ങനെ പൊക്കാനായിട്ട് നമുക്ക് അപ്പച്ചന് പറ്റണില്ല. പിന്നെ കടയിൽ പോകാത്തതിൻ്റെ ടെൻഷനും പിന്നെ എല്ലാനും ഉണ്ട്. മറ്റേ ഷുഗർ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ അത് കൂടിയാലോ അതിൻ്റെ ടെൻഷൻ, അതിൻ്റെ ഇടയിൽ കൂടെ പ്രഷർ കൂടിയാലോ ആ ടെൻഷൻ, അതിൻ്റെ ഇടയിൽ കൂടെ നമുക്ക് പിള്ളേരെ കരച്ചിൽ, ആ പ്രഷർ, എല്ലാ പ്രഷറും കൂടി നമുക്ക് ഭയങ്കര പ്രഷറാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. ഇതിപ്പോൾ ഒരു എങ്ങനെ പോണേന്നുള്ളത് എനിക്ക് തന്നെ അറിയില്ല, എങ്ങോട്ടോ പോണേന്നുള്ളത് എനിക്കറിയില്ല. എന്തൊക്കെയോ സംഭവിക്കണ്, എങ്ങനെയൊക്കെയോ നേരം വെളുക്കണ്, എങ്ങനെയൊക്കെയോ വൈകുന്നേരം ആവുന്നു. എന്താ നമ്മൾ ഇത്ര പ്രതീക്ഷയില്ല, ഇങ്ങനെ സംഭവിക്കുന്ന നമ്മൾ പ്രതീക്ഷയില്ല. കാരണം നമുക്ക് നമ്മുടെ പാരൻസിന് എന്തെങ്കിലും പറ്റുമ്പോൾ നമുക്ക് സഹിക്കില്ല. അപ്പം അതിൻ്റെ ആ ഒരു വിഷമം എൻ്റെ പൊന്നെ അത് ഭയങ്കര തന്നെയാണ്, പറഞ്ഞിട്ട് കാര്യമില്ല. അത് ആലോചിച്ച് ഭയങ്കര ടെൻഷനായിട്ട് എനിക്ക് സംഭവം. എനിക്ക് പോകാനും പറ്റണില്ല, എനിക്കെനിക്ക് നിൽക്കാനും പറ്റില്ല, എനിക്കെനിക്ക് ഹോസ്പിറ്റലിലേക്ക് പോകാനും പറ്റില്ല. എന്താ സംഭവിച്ചേക്കുന്നത് കറക്റ്റ് ചോദിക്കാനും പറ്റണില്ല. എന്താ ചെയ്യപ്പം. ഇപ്പം എന്താ ഡോക്ടർ പറഞ്ഞേക്കണേന്ന് പറഞ്ഞാൽ നമ്മുടെ ഷോൾഡറിനെയും കൈനെയും കണക്ട് ചെയ്യണ എന്തോ മസിൽസ്, ജോയിൻ്റ്, അങ്ങനെ എന്തോ ഒരു സംഭവം ഇങ്ങനെ വിട്ട് കിടക്കാണ്. അതായത് അത് പൊട്ടിക്കിടക്കാണ്. അപ്പം അത് തുന്നി ചേർക്കണം, എന്നാലും നമ്മളെ കൈ ഇങ്ങനെ റൗണ്ട് ചെയ്ത് മൂവ് ചെയ്യിക്കാനൊക്കെ പറ്റുള്ളൂ. അപ്പം അതിങ്ങനെ വിട്ടത് തുന്നി ചേർത്തിട്ട് ഓപ്പറേഷൻ സർജറി ചെയ്യണം. അത് കഴിഞ്ഞ് 3 മാസം റെസ്റ്റാണ് ഇപ്പോൾ പറഞ്ഞേക്കണേ ഈ ഡോക്ടർ. അപ്പം അത് കേൾക്കുമ്പോൾ ഒന്നുകൂടി ടെൻഷൻ കൂടുന്നു. ഒന്നാമത് നമ്മളിങ്ങനെ ഒരു ഫ്ലോയിൽ ഇങ്ങനെ നടന്ന് നമ്മുടേതായ കാര്യങ്ങൾ നമ്മൾ ചെയ്തു പോകുമ്പോൾ നമുക്ക് അസുഖങ്ങളോ കാര്യങ്ങളോ ഒന്നും നമുക്ക് ബാധിക്കില്ല. നമ്മളിങ്ങനെ വീട്ടിൽ തന്നെ ഇരിക്കുക, റെസ്റ്റ് എടുക്കുമ്പോൾ നമുക്കത് ബുദ്ധിമുട്ടാവും. നമുക്കിങ്ങനെ നമ്മൾ ഓരോ ചിന്തകൾ വന്നുകൊണ്ടിരിക്കും. അപ്പം അതിനേക്കാളും ബെറ്റർ നമ്മൾ എന്തെങ്കിലും വർക്കിൽ ഏർപ്പെടണ്ട. പക്ഷെ ഇപ്പം ഇങ്ങനത്തെ സാഹചര്യത്തിൽ 3 മാസം ഇങ്ങനെ ഇരിക്കുമ്പോൾ അപ്പച്ചന് ആകെപ്പാടെ വട്ടുപിടിക്കുന്നുള്ളത് സത്യം തന്നെയാണ്. 1 മാസം ഫുൾ റെസ്റ്റാണ് പറഞ്ഞേക്കണേ. പിന്നെ അത് കഴിഞ്ഞിട്ട് ഫിസിയോതെറാപ്പി ആയിട്ടാണ് ഇവിടുത്തെ ഡോക്ടർ പറഞ്ഞേക്കണേ. ഇപ്പം നാളെ ഇനിയിപ്പോൾ ആ ഡോക്ടർ കാര്യങ്ങൾ ചേഞ്ച് പറയുമെന്ന് നമുക്ക് അറിയില്ല. നാളെ കഴിഞ്ഞിട്ട് നമുക്ക് അമ്മാമ്മയുടെ ബർത്ത്ഡേ ഹാപ്പി ബർത്ത്ഡേ പറഞ്ഞേ. ഹാപ്പി ബർത്ത്ഡേ ടു യു പറയ്. അമ്മാമ്മയുടെ ബർത്ത്ഡേ നിന്ന് അമ്മാമ്മക്ക് ഈ പ്രാവശ്യം ബർത്ത്ഡേ ഇല്ല. നമ്മൾ ഒരു ഇതിലിരിക്കുന്ന കാരണം ബർത്ത്ഡേ ഇല്ല, സന്തോഷമില്ല, ഒന്നുമില്ല. അത് വരും പോവും. എത്ര വയസ്സായി ഇപ്പൊ? 60ആയ? 70? 80 ടീച്ചറ് ബർത്ത്ഡേയും അച്ചാച്ചന്റെയും എന്റെ ആങ്ങളയുടെയും നാത്തൂന്റെയും വെഡിങ് ആനിവേഴ്സറി. ഇന്ന് വൈകുന്നേരം വെഡിങ് ആനിവേഴ്സറി ആഘോഷമുണ്ട്. എല്ലാ ആഘോഷത്തിനും പോവാൻ പറ്റും. അവരുടെ 25ാമത്തെ അല്ലേ? എല്ലാ ആഘോഷവും ഉണ്ട്. അപ്പാപ്പ പോയി. അപ്പാപ്പ പോയാലും സങ്കടത്തിൽ ഒരാളിരിക്കുക. അപ്പാപ്പ ഒന്ന് കടയ്ക്ക് പോയേക്കാം. ഒരുത്തർ രാവിലെ തന്നെ എൻ്റെ ക്ലിപ്പിന് തല്ലു പിടിച്ചതേ, ക്ലിപ്പ് ഊരി മുടി പിടിച്ച് വലിക്കണില്ലേ രാവിലത്തെ. അമ്മേ രാവിലത്തെ പരിപാടിയില്ലേ ആദം അടി വേണം. ഹോസ്പിറ്റലിലേക്ക് പോകാൻ പോകട്ടെ. ഇനിയിപ്പോൾ
അവിടെ ചെന്ന് കഴിയുമ്പോൾ നമുക്കറിയാൻ പറ്റും. ഇതെന്തായാലും ഇടേണ്ടി വരും. അത് അപ്പുറത്തെ കഴുത്തിൽ കൂടി ഇട്. ചെങ്ങടെ കൊണ്ടോണേ. ഈ താക്കോല് പിടിച്ചിരിക്കണേടാ. ഇതാരതാ താക്കോല്? ഈ സാധനം തന്നെ ഞാൻ എടുത്ത് വെച്ചോളട്ടാ. ആ വണ്ടിയിൽ ഇരിക്കില്ലേ ഇത്? എന്നിട്ട് അവിടെ നിന്നോളാം. അവന് ആ റിപ്പോർട്ട് പിടിക്കാൻ അവൻ നിക്കണ, വേറെ ഒന്നിനുമല്ല. കണ്ട കണ്ട ഞാൻ പറഞ്ഞത് എത്ര കറക്റ്റാ. അകത്തേക്ക് പോവാത്. എന്തിനാ പുറത്ത് നിക്കണല്ലേ? അതോ ഡ്രസ്സൊക്കെ മാറി എവിടേക്കാ? അച്ചാച്ചന്റെ വണ്ടിയുടെ സൗണ്ട് പെട്ടെന്ന് നമുക്ക് കേൾക്കാൻ പറ്റും. അപ്പൊ പോയി. അയ്യോ അപ്പൊ പോയി. തുടങ്ങി അമ്മച്ചിക്ക് ടെൻഷൻ ഉണ്ടാ? ടെൻഷൻ അടിച്ചിട്ട് കാര്യമില്ലല്ലോ. എനിക്ക് വേറെ പണി കടിക്കാനാട്ടോ പോണേ. എന്നോട് എടുക്കാൻ, എന്നിട്ട് അവനെടുക്കാൻ. ഉണ്ണീനെ ഉണ്ണീനെ അമ്മാമ്മേടെ തരാനാണ് പറയുന്നത്. അവനെ അമ്മോട് എടുക്കാൻ. അങ്ങനെ നീങ്ങി വീഴൂട്ട നാദം. എല്ലാവരും വീഴല്ലോ അവിടെയും. നല്ല പിടക്കണ അയില കിട്ടിയിട്ടുണ്ടെന്ന്. ഇന്ന് നമുക്ക് അയിലക്കറിയാണ്. അയിലക്കറി അയില നന്നാക്കാന്ന് വിചാരിച്ചോണ്ടിരിക്കണേ. ഉണ്ടാ നമ്മുടെ ആദം ബേബിക്ക് മീമി വറുത്തതൊക്കെ ഇഷ്ടമാണ്. അപ്പം മീൻ വറുത്ത് വെച്ച് കഴിഞ്ഞാൽ കറീനേക്കാൾ ഇഷ്ടം വറുത്തതാട്ടാ. വറുത്തത് ഇഷ്ടമാണ്. പക്ഷെ വറുത്തത് കൊടുക്കണം എന്നുള്ളത് വെച്ചത് കൊടുക്കേണ്ടതാണ്. പിന്നെ നമ്മൾ ഇപ്പം അവന് കുറച്ച് വാശിയുള്ളതുകൊണ്ട് അവന് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്ത് കൊടുക്കും. അത് അംഗീകരിച്ച് കൊടുക്കുള്ളൂ. അല്ലെങ്കിൽ ഞാൻ ഒക്കെ നിർബന്ധിച്ച് കൊടുക്കും. ഒക്കെ തിന്ന് പഠിക്കട്ടെ കുറിച്ച്. അങ്ങനെ അമ്മച്ചിതേ കുഞ്ഞിതിനെ ഉറക്കാണ്ട് കുറെ നാളായിട്ടപ്പോ മീൻ നന്നാക്കിയിട്ടൊക്കെ. സംഭവം എനിക്ക് മീനിന്റെ സ്മെല്ലേ പ്രഗ്നൻസി ടൈമിൽ വോമിറ്റിംഗ് ആയിരുന്നു. അപ്പം അത് പിന്നെ ഞാൻ മീൻ നന്നാക്കിയിട്ടേ ഇല്ല സത്യം പറഞ്ഞു. ഇത് പിന്നെ നന്നാക്കാൻ ഈസി ആയതുകൊണ്ട് കുഴപ്പമില്ല. നന്നാക്കി ഇപ്പൊ അത്ര വലിയ പണിയൊന്നും ആയില്ലേ. 2 പീസ് ആക്കിയാൽ മതി. ഇത്ര അല്ലാണ്ട് അതിനുള്ളതല്ലേ ഒക്കെ നന്നാക്കാൻ നിന്നിരുന്നു. കൊച്ചിനോടടുത്ത് വറക്കാൻ വേണ്ടിട്ട് സാരില്ല. ഇതത്ര വലിയ പാടുള്ള പണി. ഇത് കോഴിവേടോ ഇല്ലല്ലോ. നമ്മ ചേതമ്പലുണ്ടാവും. നീ അല്ലാട്ടാ വയ്ക്കണ കറി അമ്മച്ച് വയ്ക്കണം. ആരെ പിടിക്കട്ടെ? ഇത് ഇവനെന്താ കാണിക്കണേ? മഞ്ഞ മോനെ അതോരെ എന്നെ അടുത്ത് കൊച്ചിന് വറുത്തവൻ ചോറ് കൊടുക്കാൻ പറഞ്ഞിട്ട് പണിക്ക് വന്നതോള്. ഞാൻ എന്തായാലും മീൻ എന്റെ കയ്യിലായി. ഞാൻ അമ്മച്ചിരെ ആക്കണ്ട നന്നാക്കിയതാ. വിശന്ന് കഴിഞ്ഞ് കൊടുത്തു കഴിഞ്ഞാൽ കുഴപ്പമില്ല. അല്ലെങ്കിൽ അവൻ സ്കീന്ന് പറഞ്ഞിട്ട് അറിയിക്കും. വറുക്കാട്ടോ മീമി വറുത്തരാ. താഴത്തിന് കുഞ്ഞി ചീഞ്ചിട്ടിട്ട് കുഞ്ഞി മീമി വറുത്തരാ. ഓക്കെ കുഞ്ഞി ചീഞ്ചിട്ടില്ലേ കുഞ്ഞി മീമി ആഴത്തിന് മീമി വറുത്തരാട്ടാ. നമ്മുടെ മീൻ വറുക്കൽ പരിപാടി കഴിഞ്ഞു. ഇനി മീൻ വെക്കണ പരിപാടിയാണ്. മീൻ വെക്കണ പരിപാടി അമ്മച്ചി വെക്കാന്നാ പറഞ്ഞേക്കണം. മീൻ നന്നാക്കിയിട്ട് തന്നെ എന്നെ ചീത്ത പറഞ്ഞുകൊണ്ട് നിൽക്കുക. കാരണം കൊച്ചിനെ അവിടെ വാശി പിടിക്കണേ. അപ്പൊ മീൻ വെക്കൽ എന്തായാലും എന്നെ നടക്കില്ല. അപ്പൊ അത് അമ്മച്ചി അപ്പച്ച രാജഗിരി ഹോസ്പിറ്റലിലായിട്ട് പോയേക്കണേ. അപ്പൊ അവിടെ ഒരു ഓർത്തോ ഡോക്ടർ ഉണ്ട്. അപ്പൊ നമ്മൾ ഇന്നലെ പോവാന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇന്നലെ നമ്പർ കിട്ടിയിട്ടുണ്ടായില്ല. ഇന്നിപ്പോൾ ബുക്ക് ചെയ്തപ്പോഴും ബുക്കിങ് കംപ്ലീറ്റ് ആണ്. അപ്പോൾ നമ്മൾ OP പോയി എടുക്കണം. അതുകൊണ്ട് നേരത്തെ പോയേക്കാണ്. അവിടെ പോയി കഴിയുമ്പോൾ ഫസ്റ്റ് ടൈം ആയതുകൊണ്ട് ഫോമും കാര്യങ്ങളും ഫില്ല് ചെയ്യലും അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടാവും. അത് കഴിഞ്ഞതിന് ശേഷമൊക്കെ ആയിരിക്കും ഡോക്ടറെ കാണാൻ പറ്റുക. അതുകൂടെ നമ്മുടെ തുണിയൊക്കെ നോക്കിയടാ. തുണിയൊക്കെ അതേ മഴയത്ത് നനഞ്ഞു വിട്ടാതെ എടുക്കാൻ പോകാനായിട്ട് പെട്ടെന്ന് എടുക്കാൻ പറ്റില്ല. പെട്ടെന്ന് മഴ പെയ്തു. പെട്ടെന്ന് ഫുൾ തുണികൾ നനഞ്ഞു വീഴും. പറ്റിയേ
നമ്മൾ അമ്മിച്ചയുടെ ബർത്ത്ഡേ ആഘോഷിക്കണം എന്നൊക്കെ വിചാരിച്ചിട്ടോ, പക്ഷെ അമ്മിച്ചതിനെ അനുവദിക്കുന്നില്ല. പിന്നെ അപ്പച്ചന് ഇങ്ങനെ വയ്യാത്ത കാരണം മനസ്സിലൊരു സന്തോഷം ഉണ്ടെങ്കിലല്ലേ നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യുമ്പോൾ അതൊരു സന്തോഷമായിട്ട് മാറുള്ളൂ. ഇപ്പം നമ്മൾ മനസ്സിലൊരു ടെൻഷനുള്ള കാരണം ഇപ്പം എന്ത് ചെയ്താലും അതിലൊരു സന്തോഷം ഉണ്ടാവില്ലേ. അതുകൊണ്ട് ഈ പ്രാവശ്യം ഒന്നും ചെയ്തിട്ടില്ല, കേക്കും വാങ്ങിച്ചിട്ടില്ല, ഒന്നും ചെയ്തിട്ടില്ല. ഇത് അറിഞ്ഞാലേ നമുക്ക് സമാധാനം ഉണ്ടാവുള്ളൂ. അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ അപ്പോൾ എത്ര ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യുക. വേറെ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല. അടുത്ത വീഡിയോ വരുന്നതായിരിക്കും. ടാറ്റാ ബൈ ബൈ, സീ യു.